ഓൾ പി എസ് സി ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഗൂഗിൾ പ്ലസിന് പകരമായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കറൻസ്. ഗൂഗിൾ പ്ലസിന് പകരമായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനാണ് കറൻസ്. കറൻസ് എന്ന ആപ്പാണ് ഗൂഗിൾ പ്ലസിന് പകരമായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ. അടുത്ത ചോദ്യം നോക്കാം. 2020 ഏപ്രിൽ 1 ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയ മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, BS6. 2020 ഏപ്രിൽ 1 ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയ മലിനീകരണ നിയന്ത്രണ മാനദണ്ഡമാണ് BS6. BS6 എന്നത് 2020 ഏപ്രിൽ 1 ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയ മലിനീകരണ നിയന്ത്രണ മാനദണ്ഡമാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്ത തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ അവർ അധികാരത്തിലിരുന്ന കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കാർത്തിക തിരുനാൾ രാമവർമ്മ, രണ്ടാമത് ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്, മൂന്നാമത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, നാലാമത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ അവർ ഭരിച്ചിരുന്ന കാലക്രമത്തിലാണ് ഇതിൽ ക്രമീകരിക്കുന്നത്. ആദ്യം കാർത്തിക തിരുനാൾ രാമവർമ്മ, രണ്ടാമത് ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്, മൂന്നാമത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, നാലാമത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ ആദ്യം ഭരിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മ, രണ്ടാമത് ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്, മൂന്നാമത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അവസാനം ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. അടുത്ത ചോദ്യം നോക്കാം. 2 സമുദ്രഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 2 കരഭാഗത്തിനിടയിലൂടെ കടന്നുപോകുന്ന നേർത്ത ജലാശയങ്ങളാണ് കടലിടുക്ക്. ബോസ്ഫറാസ് കടലിടുക്ക് ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്നു. അത് ബന്ധിപ്പിക്കുന്ന ജലാശയങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, കരിങ്കടലും മരാമര കടലും. നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് കടലിടുക്ക് എന്നാണ് പറയുന്നത്. 2 സമുദ്രഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 2 കരഭാഗത്തിനിടയിലൂടെ കടന്നു പോകുന്ന നേർത്ത ജലാശയങ്ങളാണ് കടലിടുക്ക്. അപ്പോൾ കടലിടുക്ക് എന്നാൽ 2 സമുദ്രഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 2 കരഭാഗത്തിനിടയിലൂടെ കടന്നു പോകുന്ന നേർത്ത ജലാശയങ്ങളാണ് കടലിടുക്ക്. ബോസ്ഫറാസ് കടലിടുക്ക് ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്നു. അത് ബന്ധിപ്പിക്കുന്ന ജലാശയങ്ങളാണ് കരിങ്കടലും മരാമരക്കടലും. ബോസ്ഫറാസ് കടലിടുക്കിനെ കുറിച്ചാണ് ചോദ്യത്തിൽ പറയുന്നത്. ബോസ്ഫറാസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്ന ജലാശയങ്ങളാണ് കരിങ്കടലും മരാമരക്കടലും. അത് ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്നു. അപ്പോൾ കരിങ്കടലിനെയും മരാമരക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബോസ്ഫറസ് കടലിടുക്കാണ്. ബോസ്ഫറാസ് കടലിടുക്ക് ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്നും വേർതിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ബംഗാൾ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന കേഴ്സൺ വൈലിയെ ലണ്ടനിൽ വെച്ച് വധിച്ച വിപ്ലവകാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മദൻലാൽ ദിങ്ര. ബംഗാൾ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന കേഴ്സൺ വൈലിയെ ലണ്ടനിൽ വെച്ച് വധിച്ച വിപ്ലവകാരി മദൻലാൽ ദിങ്രയാണ്. മദൻലാൽ ദിങ്ര എന്ന വിപ്ലവകാരിയാണ് ബംഗാൾ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന കേഴ്സൺ വൈലിയെ ലണ്ടനിൽ വെച്ച് വധിച്ചത്. ബംഗാൾ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന കേഴ്സൺ വൈലിയെ ലണ്ടനിൽ വെച്ച് വധിച്ച വിപ്ലവകാരി മദൻലാൽ ദിങ്രയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഉത്തര മഹാസമതലങ്ങളിൽ പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഖാദർ. ഉത്തര മഹാസമതലങ്ങളിൽ പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഖാദർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഖാദർ എന്നത് ഉത്തര മഹാസമതലങ്ങളിൽ പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണാണ്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഖാദർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരോക്ഷമായി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 19(1)(a). ആർട്ടിക്കിൾ 19(1)(a) ആണ്
പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരോക്ഷമായി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ്. പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരോക്ഷമായി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ 19(1)(a). അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് സുനിൽ ഛേത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രം. ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രസ്താവന 3 മാത്രമാണ് സുനിൽ ഛേത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യത്തെ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. അപ്പോൾ സുനിൽ ഛേത്രിയാണ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ ഫുട്ബോൾ താരം. അടുത്ത ചോദ്യം നോക്കാം. സിക്ക വൈറസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1947 ഉഗാണ്ടയിൽ കുരങ്ങുകളിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത്. സിക്ക രോഗം 1947 ഉഗാണ്ടയിൽ കുരങ്ങുകളിലാണ് ആദ്യമായി കണ്ടെത്തിയത്. സിക്ക രോഗബാധ കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കും. അപ്പോൾ സിക്ക രോഗബാധ ബാധിക്കുന്നത് കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ്. ഉഗാണ്ടയിലെ ഒരു വനത്തിൽ നിന്നാണ് ഈ രോഗത്തിന് ഈ പേര് ലഭിച്ചത്. ഉഗാണ്ടയിലെ ഒരു വനത്തിൽ നിന്നാണ് സിക്ക രോഗത്തിന് ഈ പേര് ലഭിച്ചത്. സിക്ക വൈറസ് ബാധ ഗർഭസ്ഥ ശിശുക്കളുടെ തലച്ചോറിന് ഗുരുതരമായ തകരാറുകൾ സൃഷ്ടിക്കും. സിക്ക വൈറസ് ബാധ ഗർഭസ്ഥ ശിശുക്കളുടെ തലച്ചോറിന് ഗുരുതരമായ തകരാറുകൾ സൃഷ്ടിക്കും. പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. 1947 ഉഗാണ്ടയിൽ കുരങ്ങുകളിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത്. സിക്ക രോഗബാധ കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കും. ഉഗാണ്ടയിലെ ഒരു വനത്തിൽ നിന്നാണ് ഈ രോഗത്തിന് ഈ പേര് ലഭിച്ചത്. സിക്ക വൈറസ് ബാധ ഗർഭസ്ഥ ശിശുക്കളുടെ തലച്ചോറിന് ഗുരുതരമായ തകരാറുകൾ സൃഷ്ടിക്കും. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവരിൽ 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, FD റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും. FD റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും ആണ് 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്. 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? FD റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും. FD റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലുമാണ് 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ഉഷ്ണജല പ്രവാഹങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രം. ഏതാണെന്ന് നോക്കാം. അപ്പോൾ ശരിയായിട്ടുള്ളത് മൂന്നാമത്തതാണ്, കുറോഷിയോ കറണ്ട്, ബ്രസീലിയൻ കറണ്ട്. ഉഷ്ണജല പ്രവാഹങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ് കുറോഷിയോ കറണ്ടും ബ്രസീലിയൻ കറണ്ടും. അപ്പോൾ കുറോഷിയോ കറണ്ടും ബ്രസീലിയൻ കറണ്ടുമാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ന്യായമായതും മതിയായതുമായ കാരണമില്ലാതെ സേവനം നൽകുന്നതിൽ പരാജയപ്പെടുന്ന ഒരു നിയുക്ത ഉദ്യോഗസ്ഥന് 2012 കേരള സേവനാവകാശ നിയമം അനുസരിച്ച് ചുമത്താവുന്ന പരമാവധി പിഴത്തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 5000 രൂപ. ന്യായമായതും മതിയായതുമായ കാരണമില്ലാതെ സേവനം നൽകുന്നതിൽ പരാജയപ്പെടുന്ന ഒരു നിയുക്ത ഉദ്യോഗസ്ഥന് 2012 കേരള സേവനാവകാശ നിയമം അനുസരിച്ച് ചുമത്താവുന്ന പരമാവധി പിഴത്തുക 5000 രൂപയാണ്. അപ്പോൾ പരമാവധി 5000 രൂപയാണ്. ന്യായമായതും മതിയായതുമായ കാരണമില്ലാതെ സേവനം നൽകുന്നതിൽ പരാജയപ്പെടുന്ന ഒരു നിയുക്ത ഉദ്യോഗസ്ഥന് 2012 കേരള സേവനാവകാശ നിയമം അനുസരിച്ച് ചുമത്താവുന്ന പിഴത്തുക. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ധാതു അധിഷ്ഠിത വ്യവസായ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും താഴെ കൊടുക്കുന്നു. താഴെ നൽകിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് പട്ടികയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1C, 2D, 3B, 4A. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ചവറ, ട്രാവൻകൂർ സിമൻറ്റ് ലിമിറ്റഡ് കോട്ടയം, കേരള ക്ലേസ് ആൻഡ് സിറാമിക് കണ്ണൂർ, കേരള ക്ലേസ് ആൻഡ് സിറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂർ, ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് തിരുവനന്തപുരം. ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ചവറ, അപ്പോൾ ചവറയിലാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്. ട്രാവൻകൂർ സിമൻറ്റ്സ് ലിമിറ്റഡ് കോട്ടയത്താണ്, അപ്പോൾ കോട്ടയത്താണ്
ട്രാവൻകൂർ സിമൻറ്റ്സ് ലിമിറ്റഡ്. കേരള ക്ലേസ് ആൻഡ് സിറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂരാണ് കേരള ക്ലേസ് ആൻഡ് സിറാമിക്സ് പ്രോഡക്ട്സ് ലിമിറ്റഡ്. ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്താണ് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ്. ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ചവറ, ട്രാവൻകൂർ സിമൻറ്റ് ലിമിറ്റഡ് കോട്ടയം, കേരള ക്ലേസ് ആൻഡ് സിറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂർ, ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് തിരുവനന്തപുരം. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ചാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൃഷ്ണ നദീവ്യവസ്ഥ. അപ്പോൾ കൃഷ്ണ നദീവ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. കൃഷ്ണ നദീവ്യവസ്ഥ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ് കൃഷ്ണ നദീവ്യവസ്ഥ. ഇത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിൻ്റെ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. കൃഷ്ണ നദീവ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ് കൃഷ്ണ നദീവ്യവസ്ഥ ഉത്ഭവിക്കുന്നത്. അതിൻ്റെ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. ഈ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. കൃഷ്ണ നദീവ്യവസ്ഥയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. ഈ നദി മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ ഒഴുകുന്നു. ഇപ്പോൾ കൃഷ്ണ നദി മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ ഒഴുകുന്നു. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ് കൃഷ്ണ നദീവ്യവസ്ഥ. ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. കൃഷ്ണനദി മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ ഒഴുകുന്നു. അടുത്ത ചോദ്യം നോക്കാം. 1024 ജിഗാബൈറ്റിന് തുല്യമായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 ടെറാബൈറ്റ്. 1024 ജിഗാബൈറ്റിന് തുല്യമായത് 1 ടെറാബൈറ്റ് ആണ്. അപ്പോൾ 1 ടെറാബൈറ്റിന് തുല്യമായതാണ് 1024 ജിഗാബൈറ്റ്. അടുത്ത ചോദ്യം. ഏത് വൈറ്റമിൻ്റെ ദൗർലഭ്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ബ്ലീഡിംഗ് ഡയാത്തസിസ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ ദൗർലഭ്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ബ്ലീഡിംഗ് ഡയാത്തസിസ്. ബ്ലീഡിംഗ് ഡയാത്തസിസ് ഉണ്ടാകുന്നത് വൈറ്റമിൻ കെയുടെ ദൗർലഭ്യം മൂലമാണ്. വൈറ്റമിൻ കെയുടെ ദൗർലഭ്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ബ്ലീഡിംഗ് ഡയാത്തസിസ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ലിനക്സ് അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബോസ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ലിനക്സ് അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ്. ബോസ് എന്നത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ലിനക്സ് അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അടുത്ത ചോദ്യം. തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച ഏത് നോവലിലാണ് ക്ലാസിപ്പേർ എന്ന കഥാപാത്രത്തെ കാണാൻ സാധിക്കുക? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കയർ. തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച കയർ എന്ന നോവലിലാണ് ക്ലാസിപ്പേർ എന്ന കഥാപാത്രത്തെ കാണാൻ സാധിക്കുക. ക്ലാസിപ്പേർ എന്ന കഥാപാത്രത്തെ തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച കയർ എന്ന നോവലിലാണ് കാണാൻ സാധിക്കുക. അടുത്ത ചോദ്യം. നീതി ആയോഗിനെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം ശരിയല്ല. അപ്പോൾ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയല്ല. നീതി ആയോഗിനെക്കുറിച്ച് തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയല്ല. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്ന് 2015 അപ്പോൾ നീതി ആയോഗിനെക്കുറിച്ച് തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ. നീതി ആയോഗ് നിലവിൽ വന്നത് 2015. അടുത്ത ചോദ്യം നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് എത്ര ശതമാനമായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3.6. 1ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 3.6%. 3.6% 1ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക്. അടുത്ത ചോദ്യം. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ഏർപ്പെടുത്തുന്ന അധിക നികുതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സെസ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ഏർപ്പെടുത്തുന്ന അധിക നികുതി സെസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സെസ് എന്നാൽ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ഏർപ്പെടുത്തുന്ന അധിക നികുതിയാണ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ഏർപ്പെടുത്തുന്ന അധിക നികുതി സെസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം.
മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ നിരീക്ഷിച്ചത് താഴെ പറയുന്ന ഏത് കേസിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം. കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനത്ത് എന്ന കേസിലാണ് മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ നിരീക്ഷിച്ചത്. മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ നിരീക്ഷിച്ചത് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം എന്ന കേസിലാണ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം എന്ന കേസിലാണ് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ നിരീക്ഷിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്. പ്രസ്താവനകൾ നോക്കാം. ഭാഷ, കല, സംസ്കാരം തുടങ്ങിയവയുടെ ഉന്നമനത്തിന് നേതൃത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെ 1984 സ്ഥാപിതമായ ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഭാരത് ഭവൻ. ഭാഷ, കല, സംസ്കാരം തുടങ്ങിയവയുടെ ഉന്നമനത്തിന് നേതൃത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെ 1984 സ്ഥാപിതമായ ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഭാരത് ഭവൻ. ഭാരത് ഭവൻ മികച്ച വിവർത്തകനുള്ള വിവർത്തകരത്നം അവാർഡ് ഏർപ്പെടുത്തി. അപ്പോൾ ഭാരത് ഭവൻ മികച്ച വിവർത്തകനുള്ള വിവർത്തകരത്നം അവാർഡ് ഏർപ്പെടുത്തി. ഭാഷ, കല, സംസ്കാരം തുടങ്ങിയവയുടെ ഉന്നമനത്തിന് നേതൃത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെ 1984 സ്ഥാപിതമായ ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഭാരത് ഭവൻ. ഭാരത് ഭവൻ മികച്ച വിവർത്തകനുള്ള വിവർത്തകരത്നം അവാർഡ് ഏർപ്പെടുത്തി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ത്രിപുര. ത്രിപുരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി സ്ഥാപിതമായത് ത്രിപുരയിലാണ്. അടുത്ത ചോദ്യം. ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ആക്ട് 2008 ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2009 ഒക്ടോബർ 27. 2009 ഒക്ടോബർ 27 ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ആക്ട് 2008 ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ആക്ട് 2008 ഇന്ത്യയിൽ നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. അപ്പോൾ 2009 ഒക്ടോബർ 27 ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ആക്ട് 2008 ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.